എല്ലാവർക്കും ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഒരു എമണ്ടം മത്സരം എന്ന് പറഞ്ഞാൽ വാശിയേറിയ ടൈറ്റ് മത്സരം. ആരൊക്കെ ജയിക്കും ആരൊക്കെ തോൽക്കുമെന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ചലഞ്ചാണ് ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് മത്സരിക്കുന്നത് നമ്മുടെ റാവുത്തർ ഇല്ല, സോറി മറാവ് രാജ മുത്ത് കൈമുത്ത് മെഷീൻ മുത്ത് സോറി നന്ദു. അങ്ങനെ വമ്പനിൽ വമ്പന്മാരായ 4 പേര്. ഞങ്ങൾ 5 പേരില്ല. നമ്മളെ ഒഴിവാക്കിയാണ്. അപ്പോൾ ഇദ്ദേഹം ഒന്ന് വന്നതെന്ന് വെച്ചാല് ഇദ്ദേഹത്തെ 2-3 നമ്മുടെ ഫാൻസ് കണ്ടിട്ട് 2-3 പെൺകുട്ടികൾ കണ്ടിട്ട് സ്ഥിരം പെൺകുട്ടികൾ കൊണ്ട് പറഞ്ഞു ഇതുപോലെ ഒരു മത്സരത്തിലും ജയിക്കണമെന്ന് പറഞ്ഞു. അല്ല, അതിനകത്തൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ചാനലില് അവര് കാണുന്നുണ്ടെന്ന് പറയാം. എല്ലാ ഇത് അപ്പോൾ ജയിക്കാൻ വേണ്ടി വന്നിരുന്നു പഴുകിഞ്ഞിക്ക് വയർകാലിലേക്ക് എത്തിരിക്കുകയാണ്. ഞാൻ പറയുന്നല്ല ഇവിടെ പറയുന്നത്. റിപ്ലൈ ചെയ്ത് ഇത്രയും ദിവസം നിങ്ങൾ താടി വളർത്തിക്കും, നിങ്ങൾ ഷേവ് ചെയ്ത് പോയി. അല്ല, വീട്ടിൽ ഇറങ്ങി വേറെ ഷർട്ടായിരുന്നു. അല്ല, വീട്ടിൽ ഇറങ്ങി വേറെ ഷർട്ടായിരുന്നു, കോസ്റ്റ്യൂമായിരുന്നു. ഇപ്പൊ ഇവിടെ വേറെ ആയി. നിങ്ങളാണ് സെയിം ഡ്രസ്സാണ്. അപ്പോൾ ജയിക്കുമോ? ശ്രമിക്കാം. കുറച്ചേ ഉള്ളൂ, വലിയ വഴങ്ങിയൊന്നുമില്ല ഇവിടെ. അപ്പോൾ നമ്മുടെ ചൈന പ്രവീൺ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ പഴങ്ങിഞ്ഞ മത്സരത്തിൽ ആദ്യം ജയിച്ചില്ല. ജയിക്കാറായപ്പോ വാളകൾ വെച്ചു. പഴം മാത്രം മേടിച്ചാൽ പുള്ളി ഇവിടെ ഉണ്ട്. പഴങ്ങഞ്ഞ ഭയങ്കര ഇഷ്ടം. നമ്മുടെ ഒരു അരിയാഹാരം പോലും കഴിക്കാതെ പുള്ളി വൈകിട്ട് വരെ ഇവിടെ വന്നു. വൈകിട്ട് വീട്ടിൽ വന്ന് വന്ന സമയത്ത് വീട്ടിൽ വിളിച്ച് പറഞ്ഞായിരുന്നു പഴങ്കഞ്ഞി വെച്ചേക്കണേ. പക്ഷെ നമ്മൾ നടക്കത്തില്ല. ഇവന്മാരെ ഇവരൊക്കെ മത്സരിക്കും. എനിക്ക് കഴിച്ചാൽ മതി. അപ്പൊ ഇതിൽ നിങ്ങൾ ഉണ്ടെന്നുള്ള സാധനം നിങ്ങൾക്ക് കഴിച്ചാൽ മതി. മത്സരിക്കാൻ മോചനം മത്സരത്തിൽ ഞാനല്ല. അല്ല, നീയും ദേഹമായിട്ടുള്ള ഒരു മത്സരം കഴിഞ്ഞ 2 മത്സരത്തിൽ നീ അയാളെ നിലം തൊടാതെ നിലം തൊടാതെ നിലം തലയെടുപ്പില്ലാത്ത 2 പേര് നിലം തൊടാതെ ഉള്ള മത്സരമാണ്. കഴിഞ്ഞ 2 മത്സരത്തിൽ താങ്കൾ തോറ്റു. ചങ്ങനാശ്ശേരി പട്ടം കിട്ടിയ കാവാലം കൊമ്പൻ ആരാണ് ഈ തിടമ്പ് കൊണ്ടുപോകുന്നത്? നമുക്ക് ഈ കളിയിൽ നിന്ന് മനസ്സിലാക്കാം. പെണ്ണിക്കര കൊമ്പൻ വന്നിരിക്കുകയാണ്. പെണ്ണിക്കര രാജ ചന്ദ്രക്കുടല്ലേ? അപ്പൊ തുടങ്ങിയാലോ? സമയം വെച്ചാണ് ഞങ്ങൾ സമയം നോക്കും. ലാസ്റ്റ് പറയും. ഓരോരുത്തർ സിംഗിളാണ് ഓരോരുത്തരാണ്. എടാ ഇവിടെ അപ്പോൾ സമയം വെച്ചാണ് ഓരോരുത്തരാണ് നമ്മൾ ഡിഫറെന്റ് ആണ്. ഓക്കെ, എനിക്ക് പഴങ്കഞ്ഞി വേണം. വേറെ സംശയം എന്താ പറയുക? പഴങ്കഞ്ഞിക്ക് അത് എവിടെ കൊണ്ട് വെള്ളം ഒഴി വേറെ കൂട്ടത്തിൽ കയറി നിൽക്കോ മത്സരിക്കാൻ? എനിക്ക് ഒരു ചലഞ്ചുണ്ട്. 5ാം സ്ഥാനമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പണിഷ്മെന്റ് ഉണ്ട്. 5ാം സ്ഥാനമാണെങ്കിൽ വെറുതെ പണിഷ്മെന്റ് പറഞ്ഞേ. തോറ്റ ഞങ്ങൾ പറയുന്ന ഒരു വീട്ടിൽ ഇപ്പം വൈകിട്ടായില്ലേ, വീട്ടിലെ മുറ്റം അടിച്ചു കൊടുക്കണം. അൺഎക്സ്പെക്ടഡ് ആയിട്ട് പോയിട്ട് പറ്റുമോ? വീട്ടിലെ മുറ്റം അടിക്കുന്നില്ല. പിന്നെ അപ്പോൾ മത്സരമായിരിക്കും. ഓരോരുത്തർ മത്സരിക്കണം കേട്ടോ. സമയം വെച്ച് 1 by 1 കുറച്ചേ ഉള്ളൂ. നമ്മൾ ഇത്തവണ എല്ലാ തവണ ഒരുപാട് കൂട്ടാനും ഒരുപാട് സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇത്തവണ പക്ഷേ അതില്ല കേട്ടോ. കാരണം
നിങ്ങൾക്ക് ടേസ്റ്റ് അറിയത്തില്ല പറഞ്ഞു. കറി എല്ലാവരും എടുത്തിട്ടില്ല, കാരണം നിങ്ങൾ തൈരും മീൻകറി, ഉണക്കമീൻ, കടുമാങ്ങ ഇല്ല ഇല്ല പൊക്കോ പോന്നു. അപ്പോൾ മത്സരിക്കാം. ഗായ്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരം പഴങ്ങിഞ്ഞിക്കുടി മത്സരത്തിൽ മത്സരിക്കാൻ പോകുന്നത് സുപ്രീം പഴങ്ങിഞ്ഞി സുപ്രീം അല്ല, ഞാൻ വെച്ചാൽ കൽക്കിക്ക സുപ്രീം ആ സുപ്രീം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹം ഇതിലെല്ലാം മീൻകറി ഉണ്ട്, മീൻ വറുത്തതുണ്ട്, ഉണക്കമീനുണ്ട്, എല്ലാം ഉണ്ട്, തൈരുണ്ട്. നമ്മള് കൂട്ടാൻ കുറച്ച് വെച്ചാല് സ്ഥിരം നമ്മൾ എടുക്കുമ്പോ ഒത്തിരി കൂട്ടാൻ അല്ലേ. ഉണ്ട് തൊട്ട് പറയലുണ്ട്, എടുക്കാം നമുക്ക്, പ്രശ്നമില്ല. മത്സരം ഇതേ ഉള്ളൂ, സമയം ഞങ്ങൾ പറയത്തില്ല, കുറച്ചേ ഉള്ളൂ. കറികൾ കുറവാണ്, മീൻകറി, മീൻ വറുത്തത്, തൈരൊക്കെ ഉള്ളൂ. കാരണം നമ്മൾ സ്ഥിരം വെക്കുമ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ വെക്കും, ബീഫൊക്കെ വെക്കും, പക്ഷേ ഇത്തവണ കപ്പയൊക്കെ വെക്കും. പക്ഷേ ഇത്തവണ നമ്മൾ കാരണം വാശിയേറിയ മത്സരമാണ്, പാവപ്പെട്ടവന്റെ പഴകിയ മത്സരം. ഇതിൽ പങ്കെടുക്കാൻ പോകുന്നത് കേടിയല്ല, ബിനീഷ് ബ്രോയാണ്. മെഷീൻ ഗൺ എന്നറിയപ്പെടുന്ന ഫീൽഡ് ഔട്ട് ആയില്ല. ഇതാ പഴങ്കഞ്ഞി ഫേഷ്യൽ, പഴങ്കഞ്ഞി ഫേഷ്യൽ, ഇഞ്ചോടിഞ്ച് മത്സരം. വലിയ മങ്ങളുടെ വലിയ മുള്ള ഉള്ളവർ. പേടിയാവുന്നു എനിക്ക്. നീലല്ലേ നീലല്ലോ. കമോൺ ബിനീഷ് ബ്രോ. രാവിലത്തെ പഴഞ്ചോറ് കുട്ടികളുള്ള പ്രശ്നമാവണം. ബിനീഷ് ബ്രോ 1 മിനിറ്റിനുള്ളിൽ മണം അടിക്കുന്ന മീൻ്റെ മിനിറ്റുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കമോൺ ബിനീഷ് ബ്രോ. ഒരുമിച്ചിരുത്തിയാൽ 1 മിനിറ്റിനുള്ളിൽ പണി വരും. അതുകൊണ്ടാണ് ബെന്നി കടേക്കാട് എവർ റോളിംഗ് പഴങ്ങിഞ്ഞിക്കുടി മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ബിനീഷ് ബ്രോ. കാണിക്കണം. പറയണ്ട അവസരം പറഞ്ഞത്. ബെന്നി കടേക്കാട് പഴങ്ങിഞ്ഞിക്കുടി എവർ റോളിംഗ് ട്രോഫിയിലേക്കുള്ള രണ്ടാമത്തെ പാർട്ടിസിപ്പേറ്റ് ആണ് ഉണ്ണി റാവുത്തറെ. ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അത്യാവശ്യം പോകേണ്ടി വരും. അപ്പം നിങ്ങളെല്ലാം ഉഷാറാക്കട്ടെ എല്ലാവരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഉള്ളിയൊരു കമത്ത കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 മത്സരത്തിൽ പരാജയപ്പെടുത്തിയാണ്. അതുകൊണ്ട് ഇത്തവണ ട്രിപ്പിൾ അടിക്കട്ടെ കേട്ടോ. ഓക്കെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ വാശിയേറിയ പഴങ്ങിഞ്ഞിക്കുടി മത്സരത്തിൽ രണ്ടാമതായി മത്സരിക്കുന്നു റാവുത്തർ. റെഡി 1 2 3 സ്റ്റാർട്ട്. വാരിക്കോരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട്. ഒറ്റയടി ഒരു കമത്താ എന്റെ മോനെ ഒറ്റ വലിക്ക് കുടിച്ചു പോരെ. ദാസവും മത്സരിക്കാൻ ടെൻഷൻ മിണ്ടുന്നില്ല. എനിക്കാണെ കൊതി വന്നിട്ടോ ഇത് കണ്ടിട്ട്. നീ കുറിച്ച് പൂച്ച വിഴുങ്ങുന്ന വിഴുങ്ങിയവൻ കുറിച്ച് അയ്യോ എല്ലാരും പേടിച്ചിരിക്കോട്ടെ ഈ മത്സരം കണ്ടിട്ട്. ഈ മത്സരത്തിൽ എന്താണ് പറയാനുള്ളത്? എനിക്കൊന്നും പറയാനില്ല. ഫിനിഷനും അറിയത്തില്ലോ. എനിക്കത് രണ്ടുപേരും ഒരേ ലെവലിൽ നിൽക്കുന്ന പോലെ എനിക്ക് കണ്ടിട്ട് തോന്നിയത്. നന്ദു ഫാൻസ് അസോസിയേഷൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ മത്സരിക്കുന്നവരല്ലോ ഒരു സൈഡ് നിൽക്കുന്നത്, മയങ്ങി നിൽക്കുന്നവരാ. തുടങ്ങാൻ വേണ്ടി പോണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. കഞ്ഞി കുടിക്കുവാണ് കേട്ടോ. കഞ്ഞി ആദ്യം വെള്ളം. സ്ട്രാറ്റജി അതെ സ്ട്രാറ്റജി ഇത് സ്ട്രാറ്റജി ആയി പോയി. നന്ദോടെ പറ്റും കേട്ടോ. എന്താ
റേഷൻ കാർഡ് വിത്ത് റേഷൻ കാർഡ്. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു പിള്ളേരുടെ. അടനെ ട്യൂഷൻ പഠിപ്പിക്കണം. പുള്ളി വലിയ മുള്ളൊക്കെ എടുത്തോണ്ട് അതിമനോഹരമായ പഴകഞ്ഞി തീറ്റ മത്സരമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്തുവാ അവർക്ക് പറയാനുണ്ടോന്ന് ചോദിച്ചേ. അണ്ണാ അണ്ണൻ പറയാൻ പറ്റത്തില്ല. എക്സ്ട്രാ ഉണക്കമീൻ തിരിഞ്ഞാണ് കൈയടിച്ചാൽ. ഒട്ടും മോശമല്ല. പറ്റും. മത്സരത്തിന് ടൈറ്റ് എത്ര മാത്രമാണ്. ഇതാ വെള്ളം കുടിച്ചുകൊണ്ടിതാ നന്ദുവണ്ണൻ വെള്ളം കുടിക്കുവല്ല, വെള്ളം കുടിപ്പിക്കുവാണ്. അതുകൊണ്ടെ പഴകഞ്ഞി വെള്ളം കുടിപ്പിച്ചോണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പം. ഇതാ അവസാന ഘട്ടത്തിൽ നല്ലൊരു മത്സരമാണ് നന്ദോണം കാഴ്ച. ഇതാ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ചോർ മണികൾ മാത്രം ബാക്കി വെച്ചുകൊണ്ട് ഇതാ അദ്ദേഹം ബ്രോ ഇവരൊന്ന് പരിചയപ്പെടുത്തിക്കേ. ഇവരുടെ പേര് പറഞ്ഞിടാ. അശ്വിൻ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അശ്വിൻ എസ്വി. ആണോ? മോളുടെ പേരെന്നാ? ആദിലക്ഷ്മി. യെസ്. എങ്ങനെയുണ്ട് മത്സരം? എങ്ങനെയുണ്ടെന്ന് പറ. നല്ലതാ. ആണോ? മത്സരിക്കുന്നു. പഴുത്ത ചക്കയ്ക്ക് വേണ്ടി മത്സരിക്കാനായിട്ട് പെണ്ണിക്കര കൈലാസ്നാഥനാണ് ഇവിടെ മത്സരിക്കാനായിട്ട് പോകുന്നത്. അതായത് നമ്മുടെ കൈലാസ് അണ്ണൻ ഇതാ പഴുത്ത ചക്ക കൊണ്ടുപോവോ ഇല്ലയോ നമുക്ക് നിരവധി അനവധി തീറ്റ മത്സരങ്ങളിൽ ധാരാളം മത്സരങ്ങൾ ഏറ്റുവാങ്ങിയ അതെ ചക്ക നമ്മൾ മാറ്റി വെക്കുകയാണ്. മൂന്ന് പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. അതെ. 1, 2, 3 start. കൈലാസ് ഇതാ മീൻ തല ഞെരടി പിഴിഞ്ഞു കഴിക്കുകയാണ്. അണ്ണ മത്സരം പെട്ടെന്ന് വന്നിരിക്കുന്ന പ്രിയ സുഹൃത്തും നമ്മുടെ ഇളയ സഹോദരനുമായ കൈലാസ്നാഥ് ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ വിട്ടുകൊടുക്കില്ല. ഫിനീഷിനെ അണ്ണനെ തോപ്പിക്കും. കൈലാസ്നാഥിന്റെ കഴിവ് കൊണ്ട് കേടിക്ക് കൊതിയായി. അണ്ണനെ തോപ്പിക്കും. വിട്ടുകൊടുക്കില്ല. ഇല്ല മോനെ, വിടത്തില്ല. പെണ്ണുക്കരെ ഇവിടം വരെ വന്നിട്ടുണ്ടെങ്കിൽ മോനെ കപ്പടിച്ചോണ്ടേ പോകത്തില്ല. ചക്ക വെള്ളം കൂടെ കുടിക്കണം. സമയം പോകുന്നു. നമ്മള് പഴങ്ങഞ്ഞി കടയിലെ ഒരു ബീഫ് ഫ്രൈ കൂടെ കൊടുക്കണേ. ഒരു പൊടി ബീഫ് ഫ്രൈ എടുക്കണോ? അവസാന ഘട്ടം കൈലാസനാഥന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം കപ്പടിച്ചു കൊണ്ടുവന്ന് കപ്പ്, അതായത് നമ്മുടെ കപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ ചക്ക പഴുത്തേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട് അദ്ദേഹം മത്സരത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ബാക്കർജി ഈ വഴിയിലൂടെ പാസ് ചെയ്തു. ബാക്കർജി കൈലാസനാഥൻ, അഞ്ചാം ട്രാക്കിൽ ചെറിയനാട് നന്ദു. ആഴ് പഴുത്തതൊക്കെ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ കൈലാസ് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിന് ഇനി വെള്ളം മാത്രം ബാക്കി വെച്ചുകൊണ്ട് അവസാന 100 മീറ്ററിലേക്ക് മത്സരം കിടക്കുമ്പോൾ ആര് ജയിക്കും? ഇതാ തീരാമോ 1 കിലോ മത്തി 100 രൂപ. തീരാമോ വാശിയേറിയ പഴങ്ങിനിയുടെ മത്സരത്തിൽ അവസാനിച്ചിരിക്കുകയാണ്. റിസൾട്ട് പറയാം. ജഡ്ജസ് 2 പേരാ. അതായത് ഇവിടെ നമ്മുടെ മത്സരാർത്ഥികളെല്ലാം ഇങ്ങോട്ട് ഒരു മത്സരാർത്ഥി അവിടെ തയ്യാറാണ്. അതായത് നമ്മുടെ നിങ്ങൾ ഈ കണ്ട വാശിയേറിയ പഴങ്കഞ്ഞി മത്സരത്തിന്റെ റിസൾട്ട് നമ്മളിപ്പോൾ പുറത്ത് നിങ്ങളോട് പറയാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ റഫറി പ്രവീൺ ആണെങ്കിൽ എല്ലാ ടൈമും കാര്യങ്ങളും കുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ആരാണ് ജയിച്ചതെന്ന്. 4ാം സ്ഥാനമാണ് ഇപ്പൊ നമ്മളിപ്പോ അനൗൺസ്മെന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം റഫറി പറയൂ. അതായത് ചക്ക കൊണ്ടുപോകാൻ വേണ്ടി ഓട്ടോയും കൊണ്ടുവന്ന ബിനു ബ്രോയാണ് 4ാം സ്ഥാനത്ത്. കൂടെ ചക്ക പോയിരിക്കുന്നു. 2 മിനിറ്റ് 26 സെക്കൻഡ് 42 മൈക്രോ സെക്കൻഡുമായിട്ട് ബിനു ബ്രോ. മൈക്രോമാക്സ് ഫോൺ. അപ്പോ അടുത്ത 3ാം സ്ഥാനം എടുത്തിരിക്കുന്നത് നമ്മുടെ നന്ദു ബ്രോയാണ്. 1 മിനിറ്റ് 25 സെക്കൻഡ് 89 മൈക്രോ സെക്കൻഡുമായിട്ട്. ഇനിയുമാണ് നമുക്ക് അറിയേണ്ടത്. ഇനി നമ്മുടെ 2ാം സ്ഥാനം എടുത്തിരിക്കുന്നത് കാവാലം ചുണ്ടൻ.
ഇതാ വിന്നർ 52 സെക്കൻഡ് 33 മൈക്രോ സെക്കൻഡുമായിട്ട് റാവുത്ത് 52 സെക്കൻഡ് 1 മിനിറ്റും 10 സെക്കൻഡും 22 മൈക്രോ എത്ര സെക്കൻഡിലാ കഴിച്ചത്? 52 സെക്കൻഡ് 52 സെക്കൻഡ് 33 മൈക്രോ സെക്കൻഡ്. ഒരു ചട്ടി ഞാൻ ഫീൽഡ് ഔട്ടായി. വിരമയ്ക്ക് എന്നെ റെഫറി മാത്രം ചക്കാനിയെ കൊണ്ടുവന്നു. എന്തോ അപ്പൊ ഈ ആളിഞ്ഞ ചക്ക ഞങ്ങളുടെ വീട്ടിലാണ് കൊണ്ടുവന്നത്. ഈ പറഞ്ഞ് ചക്ക പഴുത്തളിഞ്ഞ ചക്ക ഞങ്ങൾക്കാണ് സ്വന്തം. അപ്പം നമ്മുടെ ദാസപ്പൻ ജയിച്ചിരിക്കുകയാണ്. അപ്പൊ എല്ലാരും നല്ല അടിപൊളിയായിട്ടാണ് മത്സരിച്ചത്. നല്ല വാശിയേറിയ മത്സരമായിരുന്നു അല്ലേ? അടിപൊളി മത്സരമായിരുന്നു. പിന്നെ നിരാശരാവും. ആ പെൺപിള്ളേരോട് എന്തുകൊണ്ട് പറയാം? വീട്ടിൽ ഞങ്ങൾ ഇറക്കിയോടെ വിജയിക്ക് ശ്രമിക്കാന്ന് പറയും. ഭാര്യയോട് എന്തുകൊണ്ട് പറയാനുള്ളത്? ഭാര്യയോട് അതന്നെ പറയാം, അടുത്ത മത്സരം ജയിക്കാന്ന് പറയും. നമ്മുടെ ജീവിതം എപ്പോഴും പ്രതീക്ഷകളാണ്. അപ്പൊ നമ്മളത് കിട്ടാത്ത സാധനം കിട്ടും നാളെ കിട്ടും, നാളെ പ്രതീക്ഷിച്ച് വേണം മുന്നോട്ട് ജീവിക്കാൻ. ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അപ്പൊ ഒരു നല്ല വീഡിയോ ആയിട്ട്